ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഇന്ന് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ 4th ഹിന്ദി കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ അല്ലേ, ഭാരത് കെ രാഷ്ട്രീയ പ്രതീക് ആണ്. നമ്മളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രാഷ്ട്രമാത. ഇവിടെ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രമാതാവിനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ, മദർ ഓഫ് ദ നാഷൻ. ആരാണ്? സരോജിനി നായിഡു ആണ്. ദെൻ നെക്സ്റ്റ് രാഷ്ട്രനായക്, നാഷണൽ ഹീറോ ആരാണ്? ബാലഗംഗാധര തിലകാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് രാഷ്ട്രീയ കവി, നാഷണൽ പോയിറ്റ് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ദെൻ നെക്സ്റ്റ് രാഷ്ട്രീയ ഫസൽ, അതായത് നാഷണൽ ക്രോപ്പ് എന്താണ്? ചാവലാണ് അല്ലേ, അതായത് ദേശീയ വിളയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യാം. രാഷ്ട്രമാതാവിനെ പറഞ്ഞു, മാതാവ് ആരാണ്? സരോജിനി നായിഡു ആണ്. ദേശീയ നായകൻ ആരാണ്? അതായത് ഹീറോ ബാലഗംഗാധര തിലകാണ്. പിന്നെയോ ദേശീയ കവി രവീന്ദ്രനാഥ് ടാഗോർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ വിളയും കൂടെ പറഞ്ഞു അല്ലേ, അത് ചാവൽ, അരിയാണ് അല്ലേ, റൈസ്. ഇനി നെക്സ്റ്റ് രാഷ്ട്രീയ പർവ്വത്, നാഷണൽ മൗണ്ടൻ എന്താണ്? നന്ദാദേവിയാണ് അല്ലേ, നന്ദാദേവി. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭാരതീയ നൃത്ത് എന്താണ്? നാഷണൽ ഡാൻസ് വന്നിട്ട് ഭരതനാട്യമാണ് അല്ലേ, ഭരതനാട്യം. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ ഇതിൽ വരുന്ന എക്സസൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തർലേഖി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എന്താണ്? ഭാരതീയ നൃത്തം ചോദിച്ചിട്ടുണ്ട്. നായക് ആരാണ്? നായക് ആരാണ്? അതുപോലെ തന്നെ മാധ, പിന്നെ പർവ്വത്. ഇത്രയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അത് യൂണിറ്റ് ടാസ്ക്. ചിത്രമേ ഭാരത് കെ രാഷ്ട്രീയ കവി നാം ലിഖേ. നമുക്കറിയാം അല്ലേ, രാഷ്ട്രീയ കവി ആരാന്നറിയാം. ആരാണ് ദേശീയ കവി? ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആരാണ്? പേരെന്താ? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th ഹിന്ദി കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.